ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ സത്യത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ആ ഒരു സത്യമെന്ന് നിങ്ങൾ അറിയാൻ പോകുകയാണ്, നിങ്ങളുടെ ജീവിതം റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ നമുക്ക് ആ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ സത്യം അത് വരുവാൻ പോവുകയാണ്. അപ്പോൾ അതെന്ത് സത്യമാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ ഭയങ്കരമായിട്ട് എന്തോ ഒരു കാര്യം മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു സത്യത്തിൽ എത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ ആ സത്യത്തിൽ കഴിഞ്ഞേ പറ്റത്തുള്ളത് ദൈവനിശ്ചയമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു സത്യത്തിൽ എത്തിക്കുന്ന ദൈവം. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ പോസിറ്റിവിറ്റി എവിടെയോ സ്റ്റക്കായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ സമയത്ത്. ഇതിനു വേണ്ടി നിങ്ങൾ ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നു ഈ ഒരു സന്തോഷത്തിന് വേണ്ടി. പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അത് കിട്ടാതെ വരുന്ന അവസ്ഥ, ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നു. അതായത് എന്തെങ്കിലും രീതിയിലുള്ള സെലിബ്രേഷൻ അത് നിങ്ങളുടെ കയ്യിൽ കിട്ടി, പക്ഷേ അത് കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥ, അങ്ങനെയും നിങ്ങൾക്ക് സംഭവിക്കുന്നു. നിങ്ങൾ വിചാരിക്കും ഇത് സെലിബ്രേഷൻ ചെയ്യാനുള്ള സമയമായി, സെലിബ്രേറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്ന സമയത്താണ് ആ സന്തോഷം കയ്യിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ച് പോകുന്നത്. ഇങ്ങനെ സംഭവിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇമോഷൻ ലോസ് ആകുന്നു. ഇതെപ്പോഴും ഒരു പാറ്റേൺ പോലെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതായത് ഏത് സമയവും നിങ്ങൾക്ക് എന്ത് സന്തോഷം ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുന്ന ആ ഒരു സ്ഥിതി ക്രിയേറ്റ് ആവുന്നത് നിങ്ങളുടെ ലൈഫിൽ. അങ്ങനെ ആ ഒരു സന്തോഷത്തെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടായി, അപ്പോൾ കുടുംബത്തിൽ എല്ലാവരോടും പറയുമ്പോൾ അവർക്കെല്ലാം ഹാപ്പിയാവും. പക്ഷെ ഒരാൾ മാത്രം ആ ഒരു സന്തോഷത്തിന് എതിരായിട്ട് നിൽക്കും. അവരെതിരായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എത്തിക്കൂടെ വിഷമമാവും. അങ്ങനെ ഒരു സ്ഥിതിയും ക്രിയേറ്റ് ആവാറുണ്ട്. അതായത് നല്ല സന്തോഷമായിട്ടുള്ള സാഹചര്യമായിട്ട് പോലും ഒരു വ്യക്തിയുടെ ആ ഒരു സ്വഭാവം സപ്പോർട്ടീവ് അല്ലാത്തത് കൊണ്ട് വീണ്ടും മോശം സ്ഥിതിയിലേക്ക് പോകുന്ന അവസ്ഥ. ഇവിടെ നിങ്ങളെപ്പോഴും ചിന്തിക്കാറുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സന്തോഷത്തെ എന്തോ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ എല്ലായിടത്തും ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തോ ഒരു കാര്യം ഇതിലുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ സ്റ്റക്ക് സിറ്റുവേഷൻ ഉണ്ടാകേണ്ടി വരുന്നത് എന്ന്. ഇവിടെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും ഇങ്ങനെ തന്നെയാണ് ഫീൽ ആകുന്നത്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ പറയാതെ ഹൈഡാക്കി വച്ചേക്കുന്നതായിരിക്കാം. അപ്പോൾ എന്തോ ഒരു കാര്യത്തിൻ്റെ ആ ഒരു ചിന്ത വീട്ടിലുള്ള എല്ലാ പേർക്കും ഉണ്ട്. പക്ഷേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഒന്നും തുറന്ന് പറയാതെ ഹൈഡാക്കി വച്ചേക്കുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സന്തോഷമായിട്ടുള്ള ഒരു സാഹചര്യം വരികയാണെങ്കിൽ, എന്തെങ്കിലും സെലിബ്രേഷൻ വരികയാണെങ്കിൽ, നാല് ചുറ്റിലുമുള്ള ആൾക്കാരുടെ നോട്ടം നിങ്ങളുടെ വീട്ടിലായിരിക്കും. ഇങ്ങനെ ആൾക്കാരുടെ മോശം ദൃഷ്ടി കാരണം ഒരു സെലിബ്രേഷൻ ആയ ആ ഒരു സാഹചര്യം പോലും മോശം സ്ഥിതിയിലേക്ക് പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് സന്തോഷം ഉണ്ടായിട്ട് പോലും വിഷമം കൂടുതലായിട്ട് ഉണ്ടാകുന്ന അവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും സന്തോഷമായിട്ടുള്ള നിമിഷം ആഘോഷിക്കാം, സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും കുടുംബത്തിൽ ഒരു വ്യക്തി തിരിഞ്ഞിരിക്കുന്ന കാരണം ആ ഒരു സന്തോഷം മോശമാവുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. അത് നിങ്ങൾക്ക് പലപ്പോഴും ഫീലാകാറുണ്ട്. മറ്റുള്ളവരുടെ മോശം ദൃഷ്ടി, വീട്ടിൽ ചുറ്റിലുമുള്ള ആൾക്കാരുടെ ആ ഒരു മോശം ദൃഷ്ടി കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും നല്ല ഒരു സന്തോഷം ഉണ്ടാകുമ്പോഴാണ് ടവർ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ആകുന്നത്. അങ്ങനെ ഒരു ടവർ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ലോസസ് ആണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അതായത് സെലിബ്രേഷൻ ഉണ്ടായിട്ട് പോലും ലോസസ് ആവുന്ന അവസ്ഥയിലേക്ക് സ്ഥിതികൾ പോകുന്നതായിട്ട്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സ്ഥിതികൾ ഇങ്ങനെ ദൈവം കൊണ്ടെത്തിച്ചിട്ട് പിന്നെ എന്തിന് ദൈവം മോശം സ്ഥിതിയിലേക്ക് നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോയി എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇവിടെ നിങ്ങളിപ്പോൾ സന്തോഷത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ്, അല്ലാതെ പൈസയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമുക്ക് വസ്തുവിന് വേണ്ടിയോ അങ്ങനെ ഒന്നുമല്ല. നിങ്ങൾ കുറച്ച് ജീവിതത്തിൽ സന്തോഷം വേണം, സമാധാനം വേണം, ശാന്തി വേണം, അതിനു വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അല്ലാതെ പണത്തിനോ വസ്തുവിനോ സ്വർണത്തിനോ ഒന്നും വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കുറച്ച് സന്തോഷം എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയാൽ മതി ദൈവമേ എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ എല്ലാവരും ലൈഫിൽ സെലിബ്രേഷൻ ചെയ്യുന്നു, അവരുടെ ആ ഒരു ഓരോ ദിവസവും നല്ലതാക്കി മാറ്റുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഒരു ദിവസം വരുമ്പോൾ അവർ നല്ല രീതിയിൽ അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു. എനിക്കും അതേപോലെ സെലിബ്രേഷൻ വേണം എന്നാണ് നിങ്ങളും ആഗ്രഹിക്കുന്നത്.
ഇവിടെ നിങ്ങൾക്ക് സെലിബ്രേഷന് പകരം ഏറ്റവും കൂടുതൽ വേദനകളും വിഷമങ്ങളും ആണ് കൂടുതലായിട്ട് ലഭിച്ചത്. ഇവിടെ 99% നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്ന് വിചാരിച്ചിടത്ത് പോലും നിങ്ങൾക്ക് ഫെയിലിയറാണ് ലഭിച്ചത്. ഇവിടെ നിങ്ങളുടെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും മിസ്റ്ററി ക്രിയേറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് എൻ്റെ ലൈഫിൽ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എല്ലാ സ്ഥലത്തും എന്ന്. ഇവിടെ നിങ്ങളുടെ ഓരോ സന്തോഷത്തിലും എന്തൊക്കെയോ ഒരു പ്രശ്നം ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ സെൻട്രൽ ഇരുത്തിയിട്ട് നിങ്ങളെ വിഷമിപ്പിക്കുന്നതായിട്ട്, അതായത് നിങ്ങളുടെ ആ ഒരു കുടുംബം എന്താണോ ചെയ്യുന്നത് അതെല്ലാം നോക്കുന്ന കുറേ ആൾക്കാർ ചുറ്റിലുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും സെലിബ്രേഷൻ ഉണ്ടാവാൻ പാടില്ല, അതെങ്ങനെയെങ്കിലും മോശമാക്കണം എന്ന് ചിന്തിക്കുന്ന പല ആൾക്കാരും നിങ്ങളുടെ ലൈഫിൽ ചുറ്റിലുമുണ്ട്. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് എന്ത് സന്തോഷം വന്നാലും ഒരു വിഷമ അവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ പോകുന്നത്. ഇവിടെ നിങ്ങൾ ജീവിതകാലം മുഴുവനും ഒരു സന്തോഷം സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഈ ഒരു അവസ്ഥയിൽ കൂടെ തന്നെ പോകും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. കാരണം അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റൊരാളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. ആ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഇവിടെ റീഡിങ്ങിൽ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അത് ആ കാര്യമാണ്, എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ഇവിടെ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ വിഷമം മറ്റൊരാളോട് പറയാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ ഉള്ളത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റൊരാളോട് പറയാനും പറ്റത്തില്ല, അവർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നുമില്ല. ഇവിടെ നിങ്ങൾ ഒരു സൈഡിൽ നിന്ന് എന്തെങ്കിലും നേരെയാക്കാൻ ശ്രമിക്കുമ്പോൾ മറു സൈഡ് നിങ്ങൾക്ക് വിഷമം തരുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ഇനി മറു സൈഡ് നിങ്ങൾ നേരെയാക്കാൻ ശ്രമിക്കുമ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം അവിടെ ക്രിയേറ്റ് ആകുന്നു. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണ ശക്തി ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും നേരെയാക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും നിങ്ങളെ പ്രശ്നത്തിൻ്റെ അങ്ങ് താഴെ അറ്റത്തേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എൻ്റെ ലൈഫിലെന്ന്. ഒരു സൈഡ് ഞാൻ എങ്ങനെയെങ്കിലും നേരെയാക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണ്ടും എന്നെ തകർക്കുന്ന രീതിയിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എൻ്റെ ജീവിതത്തിലെന്നു. ഇങ്ങനെ സ്ഥിതികൾ വളരെ മോശമാകുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിനോട് ദേഷ്യം വരും. എന്താ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കുകയാണോ ദൈവം എന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നും. കാരണം അത്രമാത്രം നിങ്ങൾ തോറ്റുപോയി നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സ്ഥിതികൾ കണ്ടിട്ട്. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും പല കാര്യങ്ങളുടെ ചിന്ത ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും ചിന്തിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ ടെൻഷനിലാണ്, പക്ഷേ പുറമേ നിങ്ങൾ ടെൻഷനിലല്ല എന്നാണ് മറ്റുള്ളവരോട് പുറമേ കാണിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ പ്രശ്നങ്ങളുണ്ട്, ആ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാണ് നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഓവർ തിങ്കിങ് ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് പിന്നെ നിങ്ങൾ കൺഫ്യൂഷനിലായി പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചില ആൾക്കാർ ആഹാരം പോലും കഴിക്കത്തില്ല. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും ഞാൻ എന്ത് ചെയ്യും, ഇതിന് എന്ത് പരിഹാരം, ഇതിന് എന്ത് സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിക്കും എന്നുള്ള രീതിയിൽ ആഹാരം പോലും കഴിക്കാതെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇവിടെ എനിക്ക് നിങ്ങളുടെ ആ ഒരു എനർജി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും ശാന്തമാക്കി വയ്ക്കാൻ ശ്രമിക്കുക നിങ്ങൾ. ഇവിടെ നിങ്ങൾക്കെതിരെ ഒരു വ്യക്തിയുടെ പ്ലാനിങ് വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ആ വ്യക്തി നല്ല രീതിയിൽ നിങ്ങൾക്കെതിരെ പ്ലാനിങ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ അവർ ഭയങ്കരമായിട്ട് ഓരോ രീതിയിലും പ്ലാനിങ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ആൾക്കാരുടെ കണ്ണുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഊർജം എങ്ങനെയെന്ന് വെച്ചാൽ ചുമ്മാ ഇരുന്നാൽ പോലും നിങ്ങൾക്ക് ശത്രുക്കൾ പെട്ടെന്ന് ഉണ്ടാകുന്നു. അങ്ങനത്തെ ഊർജമാണ് നിങ്ങളുടേത്. അതായത് നിങ്ങൾ ഒരു വ്യക്തിയോട് സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും ഒരു വ്യക്തിക്ക് പെട്ടെന്ന് നിങ്ങളോട് ശത്രുതാ മനോഭാവം ഉണ്ടാകുന്നു. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ മുറിയിൽ ഒറ്റയ്ക്കിരുന്നാൽ പോലും നിങ്ങളോട് ശത്രുതാഭാവം വയ്ക്കുന്ന ആൾക്കാർ ഉണ്ടാകുന്നു. ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുക ഇത് പറഞ്ഞത് ശരിയാണ് എന്ന്. കാരണം നിങ്ങളൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് ഒത്തിരി ആൾക്കാരെ ശത്രുക്കളായി കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലും വലകൾ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. വലകൾ കാണുന്നത് എന്തോന്ന് വെച്ചാൽ നിങ്ങളെ ആ ഒരു ചിലന്തി അതിനെ ഇരയെ പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ? അതേപോലെ നിങ്ങളെ വലയിലാക്കാൻ വേണ്ടി ഓരോ ശത്രുക്കളും ഇങ്ങനെ വലയും വീശി ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ വലകൾ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ വല അടിച്ച് കളയുക. വീട്ടിൽ വലകൾ വേണ്ട.
ഇനി വീട്ടിൽ വലിച്ചു വാരി തുണികളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് നേരെ അടുക്കി പറക്കി വയ്ക്കാൻ ശ്രമിക്കുക. ഇവിടെ ഏറ്റവും നല്ല ഒരു കാര്യമെന്ന് പറയുന്നത് കുറച്ച് ഉപ്പെടുത്തിട്ട് ആ ഉപ്പ് ബക്കറ്റിലിട്ടിട്ട് അതിൽ വെള്ളം പിടിച്ചിട്ട് ആ വെള്ളം കുളിക്കുന്നത് നല്ലതാണ്. കാരണം നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ പോവാൻ നല്ലതാണ്. പിന്നെ വീട് തുടയ്ക്കുമ്പോൾ ഉപ്പ് ഇട്ട് ആ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അത് വീട്ടിനകം ഫുള്ളായി തുടയ്ക്കുന്നത് നല്ലതാണ്. ഇവിടെ എന്തായാലും ഒരു വ്യക്തിയുടെ അല്ല, 1 2 3 വ്യക്തിയുടെ പ്ലാനിങ് ആണ് നിങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തികളുടെ പ്ലാനിങ് അനുസരിച്ചാണ് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും തെറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യരുത്. മുമ്പ് പാസ്റ്റിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒത്തിരി വിശ്വസിച്ചു, അവരാണ് നിങ്ങളെ ചതിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ അവരോട് വലിയ സംസാരമൊന്നുമില്ല, ഒരു ഡിസ്റ്റൻസ് വച്ചിട്ടുണ്ട് നിങ്ങൾ. ഇവിടെ ചില ആൾക്കാർ നിങ്ങളുടെ മുന്നിൽ നല്ലതുപോലെ സ്നേഹത്തിൽ സംസാരിച്ചിട്ട് പിറകിൽ നിന്ന് നിങ്ങളെ വാറ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒട്ടും തന്നെ ഒരു എന്താ പറയുക, സാഹസികതയില്ല. സാഹസികത ഉള്ള ആളാണെങ്കിൽ നേർക്ക് നേരെ വാറ് ചെയ്യും. ഇവർക്ക് ഒരു സാഹസികതയില്ല, പേടിയായിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് പിന്നിൽ നിന്ന് വാറ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ആ ഒരു സംസാരം കേട്ട് നിങ്ങൾ ചില മോശമായിട്ടുള്ള ആക്ഷൻസ് എടുത്തു. അത് പിന്നെ നിങ്ങൾക്ക് ലൈഫിൽ മോശ അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി. ഇവിടെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ വാക്ക് കേട്ട് നിങ്ങളെടുത്ത ആ ഒരു തീരുമാനം, അതിൻ്റെ ആ ഒരു ഭവിഷ്യത്ത് ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും ഡാമേജിൽ പോയി നിങ്ങളുടെ. ഇവിടെ വീട്ടിലുള്ള ആൾക്കാരുടെ ആ ഒരു റോളല്ല നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. പുറത്തുള്ള ആൾക്കാരുടെ ആ ഒരു റോള് കാരണം നിങ്ങളുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും നിങ്ങൾ ഫേസ് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പുറത്തുള്ള ആൾക്കാരുടെ ആ ഒരു തെറ്റ് കാരണം വീട്ടിലുള്ള സ്വന്തം ആൾക്കാർക്ക് വിഷമം അനുഭവിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇവിടെ മറ്റുള്ളവർ കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒത്തിരി നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നു. നിങ്ങളുടെ സ്വന്തക്കാർക്ക് നിങ്ങളുടെ ബന്ധുക്കൾക്കും ഇടയിൽ അസ്വാരസ്യങ്ങൾ, കുടുംബത്തിൽ വഴക്ക്, ഇതുവരെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. നിങ്ങൾക്ക് എന്ത് സന്തോഷം ലഭിച്ചാലും പുറത്തുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ സന്തോഷം ലഭിച്ചു, നമുക്കെന്തുകൊണ്ട് അത് ലഭിച്ചില്ല, അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ആ സന്തോഷം ലഭിച്ചു, അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ലഭിച്ചാണ്, അങ്ങനെ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇത്രമാത്രം ഈർഷ്യാഭാവത്തോട് നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള ചില ആൾക്കാർ ഉണ്ട്. അത്രമാത്രം ദേഷ്യമാണ് അവർക്ക് നിങ്ങളോടുള്ളത്. ഇവിടെ എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഹാപ്പിനെസ് വരിക തന്നെ ചെയ്യും. ഇവർ എത്ര തന്നെ വിചാരിച്ചാലും നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് വരും. ഒരു നാണയത്തിൽ 2 വശങ്ങളുണ്ട്. ഒരു വശം നിങ്ങൾ അനുഭവിച്ച അത്രയും ദുഃഖമാണ്, മറുവശം നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആണ് ലഭിക്കാൻ പോകുന്നത്. ഇവിടെ ചില ആൾക്കാരുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അവരുടെ ആ മുഖം തെളിഞ്ഞു വരും, മനസ്സിൽ അവരുടെ പേര് പോലും തെളിഞ്ഞു വരും. അത്രമാത്രം നിങ്ങൾക്കറിയാം ഇവർ അത്രമാത്രം എന്നോട് ദേഷ്യമാണ് വച്ചേക്കുന്നത് എന്ന്. ഇവിടെ നിങ്ങളുടെ അന്തരാത്മാവും നിങ്ങളോട് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരോട് കുറച്ചൊന്ന് നിങ്ങൾ സൂക്ഷിക്കണമെന്ന്. സത്യമാണത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നത്. ചില ആൾക്കാർ നിങ്ങളുടെ ശത്രുക്കളുടെ സ്വഭാവം എന്താണ് എന്ന് നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഈ വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല, ഈ വ്യക്തിയുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ പക്ഷേ നിങ്ങളുടെ ആ ഒരു സ്ഥിതികൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അറിഞ്ഞിട്ടും നിങ്ങൾക്ക് അറിയാത്ത പോലെ ജീവിക്കേണ്ടതായിട്ട് വന്നു. ഇവിടെ ചില സമയത്തിൻ്റെ ആ ഒരു പ്രഭാവം കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ശത്രു ആരാന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ സമയത്തിൻ്റെ ആ ഒരു പ്രഭാവം കൊണ്ട് നിങ്ങളൊന്നും ചെയ്യാതെ തന്നെ അവർക്ക് ശിക്ഷ ലഭിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതായത് നിങ്ങളോട് തെറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ണുകൊണ്ട് കാണുകയാണ്, പക്ഷെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ നിങ്ങൾ ഈശ്വരനോടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈശ്വരൻ സമയം നിങ്ങൾക്ക് ഫേവർ ആയതുകൊണ്ട് ആ സമയം അവർ തെറ്റ് ചെയ്ത് അവർക്ക് ശിക്ഷ ഈശ്വരൻ കൊടുക്കുന്നു. നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾക്കത് കാണാനും സാധിക്കുന്നു. കാരണം ചില സമയം നമ്മുടെ സമയം നമ്മളെ ഇത്രമാത്രം പ്രബലമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. നമുക്കതിന് അതിശയം തോന്നുമേ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ വിചാരിച്ചതേ ഉള്ളൂ ആ വ്യക്തി ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ലഭിക്കണമെന്ന്, അതേപോലെ സംഭവിച്ചല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ട്.
ഇവിടെ നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഈ കയ്യിൽ നിന്ന് വിഷമങ്ങൾ സഹിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷമത്തിന് പരിഹാരമായിട്ടുള്ള ഒരു വിജയം ദൈവം നേരത്തെ തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. ഈ വ്യക്തികൾ, നിങ്ങളെ തോൽപ്പിച്ച വ്യക്തികൾ അത് കാണുന്നതുമാണ്. അതാണ് പറയുന്നത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മോശ അവസ്ഥയുമുണ്ട്, വിജയ അവസ്ഥയുമുണ്ട്. ഒരു സമയം മോശ അവസ്ഥയാണെങ്കിൽ മറുസമയം അവർക്ക് വിജയിക്കുന്ന ഒരവസ്ഥയുമുണ്ട്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ പല രഹസ്യമായിട്ടുള്ള കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ അൺഫോൾഡ് ആയിട്ടുള്ളത്. ബാക്കി ഇപ്പോഴും ഹൈഡായിട്ട് തന്നെയാണ് ഉള്ളത്. പോകെ പോകെ നിങ്ങളുടെ ലൈഫിൽ അതും അൺഫോൾഡ് ആവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ കൂടെ മോശം ചെയ്ത ആൾക്കാരുടെ ആ ഒരു കാര്യത്തിലുള്ള ന്യായം ഈ വർഷം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണാൽ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ കൂടെ ന്യായം സംഭവിക്കുന്നതും ആ വ്യക്തികൾക്ക് എന്താണോ അവർ ചെയ്ത ആ ഒരു കാര്യത്തിൽ ശിക്ഷ ലഭിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ നിങ്ങളുടെ ലൈഫിൽ ഇനിയും രഹസ്യമയമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് അൺഫോൾഡായിട്ട് നിങ്ങൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അതായത് പാസ്റ്റിൽ നിങ്ങൾക്ക് ഏത് വ്യക്തി കാരണമാണ് ഇത്രമാത്രം വിഷമം അനുഭവിക്കേണ്ടി വന്നത്, ആ വ്യക്തിയുടെ റിയൽ മുഖം നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾക്ക് പറയണമെന്നുണ്ട്, പക്ഷേ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ, അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നുള്ള പേടി കാരണം നിങ്ങൾ ആരോടും പറയാതെ ഹൈഡാക്കി വച്ചിരിക്കുന്നു. ചില സമയം നമ്മുടെ അടുത്തൂടെ നെഗറ്റീവ് എനർജി പോകുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതിൽ നിന്ന് മാറിപ്പോകും. ഇല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക നമ്മൾ സ്റ്റക്കാവും. അപ്പോൾ നമുക്ക് തോന്നും ഈ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ അടുത്തൂടെ പോയപ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് കൊണ്ടാണ് നമ്മൾക്കിങ്ങനെ സംഭവിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു നെഗറ്റീവ് എനർജിയെ അറിഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു ശരീരത്തിൽ ആ ഒരു നെഗറ്റീവ് എനർജിക്ക് പ്രഭാവം ചെലുത്താൻ പറ്റിയത്. അതേപോലെയാണ് നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള പല കാര്യങ്ങളും സമയത്തിനനുസരിച്ച് നടക്കാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളുടെ ശരീരം അതിനോട് റിയാക്റ്റ് ചെയ്യുന്നു. പോസിറ്റീവ് എനർജി ആണെങ്കിലും നെഗറ്റീവ് എനർജി ആണെങ്കിലും. നിങ്ങൾക്ക് ഇപ്പോൾ 8 നമ്പറിനോട് ഭയങ്കരമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നുണ്ട്. കാരണം ന്യായത്തിൻ്റെ ആ ഒരു നമ്പറാണ് 8 നമ്പർ. നിങ്ങൾ ജന്മം കൊണ്ടപ്പോഴേ ന്യായവുമായിട്ട് വന്നവരാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആര് നിങ്ങളോട് തെറ്റ് ചെയ്താലും ന്യായം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഏത് വ്യക്തി കാരണമാണോ നിങ്ങൾക്ക് ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നത്, ഇനി നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. ഈ വർഷം തന്നെ നിങ്ങളുടെ ലൈഫിൽ മേജർ ചേഞ്ചസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു ന്യായം ഉണ്ടാകും. അത് സാധാരണമായിട്ടുള്ള ഒരു ന്യായമായിരിക്കത്തില്ല. എല്ലാവരും നോക്കിക്കാണുന്ന രീതിയിലുള്ളൊരു ന്യായമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. അതായത് ഒരു വ്യക്തി നിങ്ങളോട് ചെയ്തതിന് അത്രമാത്രം മാപ്പ് ചോദിക്കും. ഇനി ഒരിക്കലും മറ്റൊരു വ്യക്തി ഇതേപോലൊരു തെറ്റ് ചെയ്യാൻ പാടില്ല. ആ രീതിയിലൊരു ന്യായമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഈ വ്യക്തി ഡബിൾ പേഴ്സണാലിറ്റിയിലുള്ള ആളായിരുന്നു. അതായത് 2 രൂപത്തിൽ നിങ്ങളോട് സ്വഭാവം കാണിച്ചാണ് നിങ്ങളോട് ഇവർ തെറ്റ് ചെയ്തത്. ഇവിടെ ഈ വ്യക്തി നല്ല രീതിയിൽ പ്ലാനിങ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് പ്ലാനിങ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇവർ. ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് നിങ്ങളുടെ ബന്ധങ്ങൾ വിള്ളൽ വരുമ്പോഴാണ്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നത്. നിങ്ങൾക്കപ്പോൾ തോന്നാറുണ്ട് നിങ്ങളുടെ മേലെ ഏതോ ആൾക്കാർ ബ്ലാക്ക് മാജിക് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകരാറിലാകുന്നത്, എപ്പോഴും കോൺഫ്ലിക്റ്റ്, വഴക്ക്, ബന്ധങ്ങൾ തമ്മിൽ വിള്ളൽ, ഇതെല്ലാം ഉണ്ടാകുമ്പോഴെല്ലാം നിങ്ങൾ ചിന്തിക്കാറുണ്ട്. ഇവിടെ ചെറിയ പ്രായത്തിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ വഴക്ക് എപ്പോഴും നിങ്ങൾ കണ്ടു വളർന്ന കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഒരു കുടുംബത്തിൽ പോയിട്ടും നിങ്ങൾക്കും അതേ സെയിം സിറ്റുവേഷൻ ആയപ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കൊച്ചിലെ കണ്ടു വളർന്നത് ഇത് എനിക്കിപ്പോൾ വീണ്ടും എൻ്റെ ലൈഫിൽ അതാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരിത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഏതോ ഒരു വ്യക്തി നിങ്ങളുടെ പിറകേ ഉണ്ട്. അവർ നിങ്ങളുടെ കുടുംബജീവിതം മോശമാക്കാൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തകരാറുണ്ടാക്കാൻ നിങ്ങളുടെ പിറകേ നടക്കുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ട്. അത് ശരിയുമാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഇവിടെ ചില സമയം നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ഏതെങ്കിലും മോശം കർമ്മത്തിൻ്റെ ഫലമായിരിക്കും നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെയല്ല, ഈ ഒരു വ്യക്തിയുടെ കൈകളും ഇതിലുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിൽ ആവശ്യമില്ലാത്ത പല ലോസസും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു.
ഈ ഒരു പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ പല പ്രാവശ്യം ഇങ്ങനെ ചിന്തിച്ചു, ഇനി വയ്യ, ഇതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ എന്ന് വരെ നിങ്ങൾ ചിന്തിച്ചു. ഇവിടെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങളുടെ റീകവർ ഇത്രയും നല്ല രീതിയിൽ ഉണ്ടാകും. നിങ്ങൾക്കൊന്നും ചെയ്യേണ്ടി വരത്തില്ല. നിങ്ങൾക്കൊന്നും ചെയ്യാതെ തന്നെ ആ കാര്യങ്ങൾക്ക് റീകവറി ഉണ്ടാവുന്നതാണ്. ഇവിടെ ചില ആൾക്കാരുടെ മോശം ദൃഷ്ടിയോ മോശം പ്ലാനിങ്ങോ കാരണം നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും വളരെ മോശം അവസ്ഥയിലേക്ക് പോയി. പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു ന്യായം നിങ്ങളുടെ മേൽ ഉണ്ടാകുന്നത് കാരണം അതിലൊരു റീകവറി നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു സ്റ്റെബിലിറ്റിയോട് കൂടി കുറച്ചും കൂടെ നല്ല ബെറ്ററായിട്ടായിരിക്കും ആ കാര്യം റീകവറി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു വ്യക്തിയുടെ ഒരു പ്ലാനിങ്ങും നിങ്ങളുടെ മേൽ വർക്കാവത്തില്ല. ഇവിടെ ഹാപ്പി ഫാമിലിയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ചില ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കാൻ ശ്രമിച്ചു. നിങ്ങളുടെ ഫാമിലി ലൈഫിൽ അവർ ഒരു രീതിയിൽ വിജയിക്കുകയും ചെയ്തു. പക്ഷേ അതെല്ലാം ഇനി നിങ്ങൾക്ക് റീകവറി ആയി ലഭിക്കുന്നതാണ്. ഹാപ്പി ഫാമിലി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കുടുംബവുമായിട്ടുള്ള ആ ഒരു ബന്ധം വീണ്ടും പഴയത് നിന്ന് കൂടുതൽ നല്ലതാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് മോശം അവസ്ഥയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നതെങ്കിൽ കൂടുതൽ നല്ലതാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതുകൂടാതെ ഇമോഷണലി മെൻ്റലി ഇത്രമാത്രം സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് ഫീലാകുന്നതാണ്. ഇതിനു മുമ്പേ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഇതൊന്നും നടക്കത്തില്ല എന്നാണ് ചിന്തിച്ചത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നതായിട്ട്, അതായത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ഫാമിലി ലൈഫ് നിങ്ങൾക്ക് ലഭിക്കും. സമാധാനവും സന്തോഷവും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിലെ പല പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുന്നതായിട്ട്, അത്രയും വലിയൊരു ന്യായം ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.